1500 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീട്, മനോഹരമായ ഒരു വീട്. ഇതിൻ്റെ സുഹൃത്ത് ആഷിഖിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ വീട് താമസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1-2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ഈ ഒരു വീട്ടിൽ കേട്ടോ. ഇത് പുറമേ നോക്കുന്ന സമയത്ത് നല്ലൊരു തലയെടുപ്പുള്ള നല്ലൊരു വീടാണിത്. ഉള്ളിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഈ ഒരു വീട്. അപ്പോൾ ഏകദേശം 2018 ഇതിൻ്റെ വീടിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇതിന് പണി പൂർത്തിയായത്. ഓരോരോ ഘട്ടമായിട്ടാണ് ഈ ഒരു പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ആഷിഖ് ഇവിടെ ഉണ്ട്. നമുക്ക് ആഷിഖെ, അപ്പോൾ വീടിന്റെ പണി കഴിഞ്ഞപ്പോ എന്താ നല്ല സന്തോഷം അല്ലേ? അപ്പൊ 2 ആഴ്ചയല്ലേ അതിന്റെ താമസം? 2 ആഴ്ച കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞ ശനിയാഴ്ച 2 ആഴ്ച കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ഒരു കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. ഗേറ്റ് വെക്കാണ്ട് അല്ലേ? ഗേറ്റ് വെക്കണം, പിന്നെ ഫ്ലോറിംഗ് ഫ്ലോറിംഗ് ഉണ്ട്. അപ്പൊ ഇത് എത്ര സെന്റിലാണ് ഇപ്പോ? ഇതിപ്പോ ഉള്ളത് 5.2 സെന്റാണ് നമുക്ക് ഉള്ളത്. വീട് 1500 മോളും കൂടെ 1500-550 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ആഷിക്കേ, നമ്മൾ ഈ ഒരു വീടൊന്ന് പരിചയപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് വന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ സ്വപ്നമാണല്ലോ വീട്. അപ്പോൾ ആ സ്വപ്നം പൂവണിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് ഇവിടെ തന്നെ തുടങ്ങാം. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ട് കുറച്ചും കൂടി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഈ പില്ലറൊക്കെ ഇങ്ങനെ ഇത്രയും ഡിസൈൻ ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ലുക്ക് നല്ലൊരു ലുക്കായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. ഇതിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് യൂട്യൂബിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ ഇങ്ങനെ ഐഡിയയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അതാണ് ആ പില്ലേഴ്സ് ഒന്ന് തലയെടുപ്പ് ആവണമെന്ന് വെച്ചിട്ടാണ് നോർമൽ പില്ലേഴ്സ് ഒന്ന് കുറച്ച് ഇത് കൂട്ടിയിട്ട് സാധാ ഒരു ഇതുപോലെ കുറച്ച് വർക്ക് കൂടുതലായിട്ട് സ്ക്വയറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതെ അതെ അതെ. പില്ലറിന്റെ മുകളിലാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 10-30 ലക്ഷത്തിന്റെ അടുത്തായിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും അത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ കോസ്റ്റും 2018 ഇത് തുടങ്ങിയപ്പോഴുള്ള കോസ്റ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം ഒരു കറക്റ്റ് വാല്യുവേഷൻ നമുക്ക് നടക്കില്ല. കല്ലിന് 55 അന്ന് നമ്മളിത് അടിക്കുന്ന സമയത്ത് 38 രൂപയാണ് കല്ലിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. സ്റ്റെപ്പൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് അല്ലേ? അതെ, ഗ്രാനൈറ്റും ടോപ്പ് ഗ്രാനൈറ്റും താഴെ ടൈലും ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. 1 അടി വീതിയിലാണ് 2 സ്റ്റെപ്പ്. അപ്പോൾ ആഷിക, ഇത് മാർബിൾ ലുക്ക് ഉണ്ട് കാണുമ്പോൾ. കറക്റ്റ് മാർബിൾ. അതെല്ലാവരും ഇപ്പോൾ പറഞ്ഞത് നമ്മൾ എടുക്കുന്ന സമയത്തും ആ ഒരു ഇത് കണ്ടപ്പോഴാണ് നമുക്ക് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നിയത്. ഇതിപ്പോ 4.2 ടൈലാണ് അല്ലേ? 4.2 അല്ല, ഇത് അതിന്റെ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഒരു 800-1600 എന്ന് പറഞ്ഞിട്ടൊരു 5 അടി വരും. ഇങ്ങനെ 5 അടി വരും, ഇതില് 2.5 വരും. 2.5 വരും അല്ലേ? ഇതിന് എത്ര വരും? ഇത് നമ്മൾ എടുത്തപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നത് 60 രൂപ. 60 രൂപയാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ മെയിൻ ഡോർ മരത്തിൽ തന്നെ, തേക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതെ, തേക്കിന്റെ ആണ്. നമ്മളെ പറമ്പിൽ തന്നെ എടുത്തിട്ടുള്ള തേക്കാണ്. ഗ്രെയിൻസ് കിട്ടിയ നാടൻ തേക്ക് ആയതുകൊണ്ടാണ് ആ ഒരു ഗ്രെയിൻസ് അതിനകത്ത് ഇത്ര. അപ്പൊ ഈ മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നല്ല വലിയ നല്ല സൗകര്യമുള്ളൊരു ലിവിംഗ് ആണല്ലേ? അത് ലിവിംഗും ഹാളും കൂടി. ഹാള് ഒരുമിച്ചാണ്. പഴയ ഒരു കോൺസെപ്റ്റ് ആണ്. കുറച്ച് മുന്നത്തെ ഇങ്ങനെയാണ് ഉണ്ടാവുക. മോഡലുകളൊക്കെ മാറിയിട്ട് മാറി ഇപ്പൊ ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ അത് ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ അങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്ത്. പഴയ പ്ലാൻ ആയതുകൊണ്ട് 2018 തുടങ്ങിയിട്ടുണ്ടല്ലോ. സൗകര്യമുണ്ട് ഇപ്പൊ അത്യാവശ്യം ഇവിടെ ലിവിംഗും. അതെ, ഇതിങ്ങനെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ സ്പേസ് ഉപയോഗിക്കാൻ പറ്റും. മറ്റെന്താ വെച്ചാൽ ഒരു പാർട്ടീഷൻ ഇതിനിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആ റൂമും കൺജസ്റ്റഡ് ആവും, ലിവിംഗും കൺജസ്റ്റഡ് ആവും, ഹോളും കൺജസ്റ്റഡ് ആവും. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. എപ്പോഴും ഗസ്റ്റോ കാര്യങ്ങളോ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഹോളിൻ്റെ ഒരു ഉപയോഗമുള്ളൂ. നമുക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ഇതിലാണ് പിന്നെ പാർട്ടീഷൻ കൊടുക്കാണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടുള്ളത്. ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ മോളെന്താ പറയണേ? ഇങ്ങനെ അടിപൊളിയായിട്ട് ഓടിപ്പായാനാണ് ഇത്രയും ഹോള്. ഇത് വെറൈറ്റി ആക്കി മാറ്റില്ലേ? മോഡേൺ ആക്കി. സംഭവം സിമ്പിൾ ആയിട്ട് പരിപാടി. ഒരുപാട് പൈസ കുറവല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. സംഭവം ഇത് 1:1 പൈപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ചെറിയൊരു GI പൈപ്പ് വെച്ചിട്ട് അതിൽ പെയിന്റ് അടിച്ചിട്ട് തേക്കിലേക്ക് മാറ്റി ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ലുക്കാക്കി കാഴ്ചക്ക് ഭംഗി കൂടുന്ന രൂപത്തിലാക്കി. സ്റ്റെപ്പ് ഫുള്ളായിട്ട് സൗകര്യം കിട്ടും. സ്റ്റെപ്പ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സുഹൃത്തായിട്ടുള്ള ഒരാളാണ് സനലാണ് ചെയ്തിട്ടുള്ളത്. സനൽ ഈ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. ഓർഡർ എന്തായാലും ഇതുപോലെ കിട്ടും. കാരണം അന്ന് ഫംഗ്ഷന്റെ അന്ന് തന്നെ കുറെ പേര് എങ്ങനെയാ ചെയ്ത് എന്തൊക്കെയാണെന്നുള്ള ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്നാണ് നമ്മൾ സ്റ്റെയർ പോകുന്നത്. ഒരു ബെഡ്റൂം ഇവിടെ, ആ ബെഡ്റൂം അപ്പുറത്ത്, ഒരു കിച്ചൺ ഇവിടെ. അപ്പൊ അതൊക്കെ ഈ ഒരു ഏരിയ നല്ല. അപ്പൊ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സൗകര്യം. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ ഈ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുന്ന ഇവിടെ തന്നെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു മിററൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഹാൻഡ് വാഷ് ഏരിയ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോടീൻ്റെ ലാൻഡിങ്ങിന്റെ ഈ ഏരിയ ആ ബെഡ്റൂമിന്റെ ബാത്റൂമാണ്, അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പോൾ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി വെക്കാം. വിൻഡോ ഒക്കെ എങ്ങനെയായിരുന്നു? മര വിൻഡോ അല്ല, ഇത് മരമാണ്. നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത് തേക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കോൺക്രീറ്റിലാണ് ചെയ്തത്. കോൺക്രീറ്റിലാണ് ചെയ്തല്ലേ? ഇത് മതി സാർ. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കോൺക്രീറ്റിൽ ചെയ്യുന്നത്, ഒരുപാട് കോസ്റ്റ് കുറവാണല്ലോ. എന്തായാലും പകുതി പൈസ കൊണ്ട് നടക്കും. നമ്മളെ പർപ്പസ് നടക്കും. ലാസ്റ്റിംഗ് ആണല്ലോ, പെട്ടെന്ന് കേടുമില്ല, ചെതലും. ഇവിടെ എന്താ വെച്ചാൽ ചെതലിന്റെ ഒരു ശല്യം ഈ മണ്ണിലിട്ടോ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. 2 വീട്ടിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ട്. ചെതലിന്റെ ശല്യം ഭയങ്കര ഉണ്ടാവും. നമ്മൾ മാക്സിമം പ്ലൈവുഡ് ചെതല് കുത്തുന്ന സംഗതികൾ മാക്സിമം കുറച്ചിരിക്കണം, ഒഴിവാക്കിയിട്ടുണ്ട്. വാൾഡ്രോപ്പ് നമ്മൾ അലൂമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ ആണ്. അതിൻ്റെ കൂടെ WPCന്റെ മറ്റേ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മളെ പിള്ളേർ തന്നെയാണ് എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമ്മളെ സാധാരണ ആൾക്കാരുണ്ടോ, നമ്മുടെ എന്താ പറയുക, കമ്പനിക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് അടുത്ത ബെഡ്റൂം ഇപ്പുറത്താണ് വരുന്നത്. അതെ, എല്ലാ റൂമിലും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതെ, ചെറിയ സൗകര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുണ്ട്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഇതിലെ ഉള്ളിൽ വന്നിട്ടുള്ള നമ്മൾ ഫെറോ സിമെന്റിന്റെ ബോർഡ് അടിച്ചു. അപ്പൊ സെപ്പറേറ്റ് ഇതിനകത്തൊരു കോസ്റ്റ് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ഒരാൾ ചെയ്തതല്ല. ഫെറോ സിമെന്റിന്റെ ഫ്രെയിം മാത്രം വേറെ ആൾ ചെയ്തത്. ഫ്രെയിമിന് മാത്രം നമുക്കൊരു 23-24 ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അലൂമിനിയം ആയതുകൊണ്ട് കോസ്റ്റ് കൂടുതൽ. പിന്നെ ഫെറോ സിമെന്റ് ഒന്നുകൊണ്ട് ബാലൻസ് ആയി. അപ്പോൾ ഫ്ലോർ ശരിക്കും മാർബിൾ പോലെ തന്നെ തോന്നിക്കണം കേട്ടോ. നല്ല കറക്റ്റ് ആയിട്ട് ഈ ടൈലാണെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. കുറേ പേര് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഏരിയ നമുക്ക് ഒരു കിച്ചണിലേക്ക് കൂടി ഒന്ന് കയറി കേട്ടോ. കിച്ചണിലേക്ക് കയറുമ്പോൾ ഡോറൊക്കെ എങ്ങനത്തെ ആഷിക്ക? ഇത് നമ്മൾ റെഡിമെയ്ഡ് ഡോർ വാങ്ങിച്ചിട്ടുള്ളതാണ്. ആണല്ലേ? കോസ്റ്റ് കട്ടിങ് ചെയ്ത് 2600 രൂപയാണ് നമുക്ക് ഇതിനകത്ത് ഒരു ബെഡ്റൂമിന്റെ ഡോർസ് ഒക്കെ തന്നെയാണ്. അത് മതി. മെയിൻ ഡോർ, മുന്നത്തെ ഒരു ഡോർ, നല്ലൊരു ഡോർ, ബാക്കത്തെ അതുപോലെ തന്നെ അടച്ചുറപ്പുള്ള ഡോർ, ഇതൊക്കെ റൂമിനൊക്കെ ഇത് മതിയല്ലോ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ ഇവിടെ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അല്ലേ? അതെ. നമ്മളവിടെ അതിന്റെ പുറമേക്കാണ് നമ്മുടെ കിണർ വരുന്നത്. കിണർ വരുന്ന കാരണം മെയിൻ തറയുടെ കട്ട് ഇങ്ങനെ ക്ലോസ് ആക്കാൻ കിണർ ഒഴിവാക്കി ചെയ്താണ്. ഓക്കെ. അപ്പോൾ കിച്ചന് ഈ ഒരു സൗകര്യമാണ് ഉള്ളത്. അവിടെ ടേബിൾ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ വെച്ചിട്ട് ഇതൊക്കെ അലുമിനിയത്തിൽ തന്നെ ചെയ്തത്. അതെ, അലുമിനിയത്തിന്റെ ചെയ്താണ്. മൾട്ടിവുഡ് വേണ്ടെന്നുള്ളൊരു. അതെ, മൾട്ടിവുഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഇഞ്ചസിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു അഭിപ്രായങ്ങൾ വന്നു. ഇനി എങ്ങനെയാന്നുള്ള അതിനെ കുറിച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് വെച്ചാൽ കുഴപ്പമൊന്നും വരില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഇതാകുമ്പോൾ പേടിക്കേണ്ടത്, ഇതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വൈഫ്. അപ്പൊ അത് പരിചയപ്പെടുത്തിക്കാളും. പാരിസ, ആള് മലപ്പുറം സ്വദേശിയാണ്. എത്ര മക്കളാ? ഇവിടെ വന്നിട്ട് 9 വർഷമായി. രണ്ടാളല്ലേ? ഇതിപ്പോ നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. ഇത് നല്ല ചെയറ്, സ്ഥലപരിമിതി ഒഴിവാക്കാൻ പറ്റും. ഒരു ചെയറിനുള്ള സ്ഥലം വേറെ കാണേണ്ട ആവശ്യം. അപ്പൊ ഇത് നമ്മളെ സനലിന്റെ ഐഡിയ ആയിരിക്കല്ലോ? സനലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ട്യൂബ് ഇതുപോലെ വെച്ചിട്ട് ബോട്ടിലൊക്കെ വെക്കാൻ പറ്റില്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ ഇറക്കുന്ന ആ ബോർഡുകളുടെ മുകളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പണ്ട് പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല ആരും. ഇത് ശരിക്കും സൗകര്യമാണ്. നമ്മൾ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു റാക്ക് ചെയ്തു. അത് തന്നെ ആ റാക്കിന്റെ അങ്ങനെ പോയിട്ട് സ്റ്റോർ റൂമിലേക്ക് ചെറിയൊരു സ്റ്റോർ റൂം ഏരിയ കൊടുത്തിട്ടുണ്ട്. റൂമായിട്ട് തിരിച്ചിട്ടില്ല, സ്റ്റോർ ഏരിയ. വിറക് കാര്യമൊക്കെ താഴെ പോവും. അപ്പോൾ ഇതാണ് ഈ സൗകര്യത്തിൽ ഇല്ലേ? അതെ, ഇതാണ് നിന്റെ കിച്ചൺ. നല്ല രസമായിരുന്നു. ഇവിടെ അത്യാവശ്യം ഭക്ഷണം നിങ്ങൾക്ക് ആവശ്യത്തിന് തന്നെ കഴിക്കുകയും ചെയ്യാം. അവിടേക്ക് അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ ഭക്ഷണം കഴിക്കുക, കുക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യാം. അപ്പുറത്ത് ഇനി വർക്ക് ഏരിയ ഉണ്ടോ? അപ്പുറത്ത് ചെറിയൊരു ഏരിയ ഉണ്ട്. നമ്മൾ ആ കിണറിന്റെ മുകളിലേക്ക് പകുതി ഭാഗം സ്ലാബ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു മെഷീനും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും. അവിടെ പാത്രം കഴുകാനുള്ള ഒരു കൊട്ടത്തോളം. ആ കൊട്ടത്തോളൊക്കെ നല്ല യൂസ്ഫുൾ ആവും. കാരണം വലിയ പാത്രമൊക്കെ ചെമ്പ് കാര്യമൊക്കെ സമയത്ത് ഇല്ലെങ്കിലും ഭാവിയിലൊക്കെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ബാത്റൂമാണ്. പുറമേക്ക് ഔട്ട്സൈഡിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ബാത്റൂമാണ്.
ഈ മെഷീൻ ഇപ്പോൾ താൽക്കാലികമായിട്ട് അതിനകത്ത് ഇട്ടിട്ടില്ല. വാഷിംഗ് മെഷീൻ അതിൻ്റെ ഉള്ളിലാണ് വെച്ചല്ലേ. എല്ലാം ചെറിയൊരു ബഡ്ജറ്റിങ് അതിലുള്ള സൗകര്യത്തിലുള്ള സംഭവങ്ങളും ഒതുക്കിയ കൊള്ളിച്ചിട്ടുള്ള ഒരു സംഭവം. പുറമേ നോക്കുമ്പോ നല്ല ഒരു ലുക്ക് ഉണ്ടായിരുന്നു, ഒരു ഗെറ്റപ്പ് ഉണ്ടായിരുന്നു വീടിന് അല്ലേ. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ഔട്ട്പുട്ട് അങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. നമ്മളെന്തായാലും കുറച്ച് വൈകിയാലും പണി നല്ല രീതിയിൽ തന്നെ നല്ല വിചാരിച്ച പോലെ തന്നെ പൂർത്തിയാക്കാൻ പറ്റി. അപ്പൊ ആഷിക മുകളിൽ 2 റൂം അല്ലേ? അതെ, മുകളിൽ 2 റൂം. സുഖാട്ടോ പരിപാടി ഇങ്ങനെ പിടിച്ച് കയറാനൊക്കെ. അപ്പൊ ഇതാണ് മുകളിലത്തെ ഹാള് അല്ലേ? ഹായ്, പേരെന്താ? പേര് പറഞ്ഞ പേര് പറയും. പേര് നിയ അഫ്രീൻ. എത്രാം ക്ലാസ്സിലാ? 3 എളമ്പലാശ്ശേരി സ്കൂൾ. അതെ, നമ്മുടെ എളമ്പലാശ്ശേരി സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്. ഇവിടെ ഒരു ബാൽക്കണി, മുകളിലത്തെ ബാൽക്കണി. ഇത് തേക്കന്നെ? അതെ, തേക്കൻ. മുന്നെന്ന് നോക്കുമ്പോ നല്ല കട്ടില തേക്കല്ല കേട്ടോ, കട്ടില നമ്മള് പ്ലാവിന്റെ പ്ലാവ് മുറിച്ച് അതിന്റെ കൂടെ ചെയ്താണ്. ഇവിടെ നല്ല സുഖം കിട്ടും, നല്ല ഏരിയ. കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെ കാണാം. അതെ, അപ്പൊ ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്നിങ്ങനെ ഇരിക്കുക അല്ലേ, കാറ്റുകൊണ്ടിരിക്കുക സ്ഥലമാണ്. ഇവിടെ ടൈല് വേറെ ടൈലല്ലേ? ഇത് വേറെ ടൈലാ, കുറച്ചുകൂടി വില കുറഞ്ഞായിരിക്കും. കുറഞ്ഞിട്ടുള്ള സാധനം ഇട്ടതാണ്. പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെ, മുകളിലെത്തുമ്പോൾ കുറച്ച് കുറയ്ക്കും. 2 റൂമല്ലേ? 2 റൂം. താഴത്തെ അതേ സൈസ് അതുകൊണ്ടല്ലേ? അല്ല, ഇത് കുറച്ച് സൈസ് കൂട്ടിയിട്ട് 12 അത് വരുന്നത്. ഒന്നും ചെയ്തിട്ടില്ല, അപ്പം ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉപയോഗം ആയിട്ടില്ലല്ലോ. ഇവിടെ ഒരു ചെറിയൊരു ഓപ്പൺ അല്ലേ? വേണമെങ്കിൽ ഷീറ്റ് അവിടെ എത്ര സ്ഥലമുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ റൂം ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സ്പേസ് ഉപയോഗിക്കാൻ പറ്റും, അലക്കി ചിക്കാനൊക്കെ പറ്റും. സ്കൂളിന്റെ ഭാഗമാണ് കാണുന്നത്. ഇവിടെ ഒരു പർഗോള. ഇതെന്താ ചെയ്യാൻ? ഗ്ലാസ് അതിൽ നമുക്ക് തുറക്കുന്ന ഗ്ലാസ് ഇടണം, തുറക്കുന്ന ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഓരോ ഗ്ലാസും തുറക്കണ രൂപം. പെർമനന്റ്ലി ലോക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സർക്കുലേഷൻ കുറയും, നമ്മളെ ചിലപ്പോൾ ചൂടാവാൻ സാധ്യതയുണ്ട്. അതിനാണെങ്കിൽ ഒരു നെറ്റ് വെച്ചാൽ മതി. നെറ്റ് വെച്ചിട്ട് ഗ്ലാസ് അത് പറഞ്ഞ ചെയ്താൽ കൊതുവിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ആഷിഖിന്റെ സ്വപ്ന ഭവനം. നല്ല നന്നായിട്ടുണ്ട്. നമ്മളെ അത് കാണാനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഇവിടെ വന്നിട്ടുള്ള രതീഷിന് നമ്മുടെ വക, ഫാമിലിയുടെ വക നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിന് ഒരുപാട് പേര് വീട് പണി ചെയ്യുന്നവർ, അല്ലെങ്കിൽ വീട് പണി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, ചെയ്യാൻ വേണ്ടി വീട് പണി തുടങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളായിരിക്കും അധികം വീട് പണി കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്താ പറയുക, സാധാരണക്കാരുടെ ഒരുപാട് വീടുകളാണ് നമ്മൾ അധികം ഹോം ടൂർ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഉപകാരപ്പെടുന്ന മെസ്സേജിലൂടെയും മറ്റും നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ വീടും നമ്മൾ ചെയ്യുന്നത്. വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. നമ്മളൊരു സബ്സ്ക്രൈബറും കൂടിയാണ്, അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ആളെ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക. അടുത്തൊരു വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം. ആഷിഖ് പോട്ടെ. ഓക്കെ, താങ്ക് യു.